ക്ലാസ് 2. അക്കൗണ്ട് എന്നാൽ എന്ത്? അക്കൗണ്ടിങ് എന്നാൽ എന്ത്? അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്കെന്നാണ് അർത്ഥമാക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കണക്കെഴുത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. അക്കൗണ്ടിന് ഉദാഹരണം, എക്സാമ്പിൾ, സാലറി പെയ്ഡ്. ഒരു സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരന് ഒരു മാസം കൊടുത്ത ശമ്പളം സാലറി പെയ്ഡ്, അല്ലെങ്കിൽ ഒരു വർഷം കൊടുത്ത ശമ്പളം സാലറി പെയ്ഡ്. അതുപോലെ കമ്മീഷൻ പെയ്ഡ്. പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, അങ്ങനെ ഓരോരോ അക്കൗണ്ടുകളെയാണ് കണക്ക് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കണക്കെഴുത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ ഒരു സ്ഥാപനത്തിന് എന്തെല്ലാം സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയോ അത് മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കണക്ക് എഴുതി വയ്ക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഉദാഹരണം, പർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്, അസറ്റ് വാങ്ങിയതുണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വർഷത്തെ കണക്ക് എഴുതുമ്പോൾ അത് അക്കൗണ്ടിങ് ആയി. അക്കൗണ്ടിങ്ങിൽ കണക്കുകൾ റെക്കോർഡ് ചെയ്യുന്നു, രേഖപ്പെടുത്തുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, വർഗീകരിക്കുന്നു, തരംതിരിക്കുന്നു, അതിനെ സമ്മറൈസ് ചെയ്യുന്നു, സംഗ്രഹിക്കുന്നു, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. അതിന് ഒരു റിസൾട്ടുണ്ട്. അതായത് കണക്ക് എഴുതി വെച്ച് അതിന് പ്രോഫിറ്റാണോ ലോസാണോ നഷ്ടമാണോ ലാഭമാണോ ഒരു വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തികമായിട്ടുള്ള ആ പൊസിഷൻ എങ്ങനെയിരിക്കുന്നു എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ട്രാൻസാക്ഷനിൽ ഉൾപ്പെടുന്നു. അപ്പം ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, രേഖപ്പെടുത്തുക, വർഗീകരിക്കുക. ഒരേ സ്വഭാവമുള്ള അക്കൗണ്ടിനെ പല പല സ്വഭാവത്തിലുള്ള അക്കൗണ്ട് കാണും. അതിനെയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വർഗീകരിക്കുക, സംഗ്രഹിക്കുക, വ്യാഖ്യാനിക്കുക, അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.